ഗവർണർ പദവി വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത പദവിയാണെന്നാണ് CPIയുടെ നിലപാട്. ആ പദവി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ ഇഷ്ടം പോലെ കടന്നു കയറാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഉപകരണമായിട്ട് നിരന്തരം മാറ്റപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒരു ആരോഗ്യമുള്ള ഫെഡറൽ സംവിധാനത്തിന് ഗവർണർ പദവി ആവശ്യമുള്ള ഒന്നല്ല. അതുകൊണ്ട് ദ ഓഫീസ് ഓഫ് ദ ഗവർണർ ഷുഡ് ബി അബോളിഷ്ഡ് എന്നാണ് CPI നിലപാട്. അത് മാറ്റണം, ഒഴിവാക്കണം എന്നാണ് CPI കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൻ്റെ ശരികൾ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുകയാണ്. കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ആജ്ഞപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മേൽ സ്വന്തം താൽപ്പര്യങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. സംസ്ഥാന അസംബ്ലികൾ പാസ്സാക്കിയ നിയമങ്ങളുടെ മേൽ അടയിരിക്കുന്നു. ഭരണത്തെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. പ്രധാനമന്ത്രി മോദി എപ്പോഴും പറയുന്ന വാക്കാണ് മാക്സിമം ഗവർണൻസ്, മിനിമം ഗവൺമെൻറ് എന്ന്. മാക്സിമം ഗവർണൻസിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കാര്യക്ഷമമായ വേഗത്തിലുള്ള ഭരണമെന്നാണ്. ആ ഭരണത്തിൻ്റെ കാര്യക്ഷമതയ്ക്ക് അതിന് വേഗത കൂട്ടാൻ അത്യാവശ്യം വേണ്ടത് അസംബ്ലികൾ പാസ്സാക്കിയ നിയമങ്ങൾ ടൈം ബൗണ്ടായി അംഗീകരിക്കപ്പെടണം. അതാണ് ഭരണഘടനാ വ്യവസ്ഥ. കൃത്യമായ കാലവും മാസവും പറയുന്നില്ല, പക്ഷെ അനിശ്ചിതമായി അത് വെച്ച് താമസിപ്പിക്കാൻ ഗവർണർമാർക്ക് അവകാശമുണ്ടെന്നും ഭരണഘടന പറയുന്നില്ല. പക്ഷേ നമ്മുടെ അനുഭവം എന്താ? പ്രധാനപ്പെട്ട പല ബില്ലുകളും അസംബ്ലികൾ പാസാക്കി കഴിഞ്ഞാൽ ഗവർണർമാർ സ്വന്തം രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ കൽപ്പന പ്രകാരം അതിൻ്റെ മീതെ അടയിരിക്കുന്നു. ഒപ്പിടുന്നില്ല, സമ്മതിക്കുന്നില്ല, മുകളിലേക്ക് അയക്കുന്നില്ല, നിയമം പാസ്സാക്കാനും മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ അനുഭവം. അതുകൊണ്ട് മോഡിയുടെ തന്നെ മാക്സിമം ഗവർണൻസിൻ്റെ വാഗ്ദാനം പാലിക്കാത്ത വിധം പെരുമാറുന്ന ഈ പദവി, ഗവർണർ പദവി അനാവശ്യമാണെന്നാണ് CPI നിലപാട്. ഇവിടുത്തെ വിഷയം എന്താ? ഇവിടെ അദ്ദേഹം പറയുകയാണ്, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പോലും നാളെ ഉണ്ടാകേണ്ടത് ഈ പറയുന്ന RSSൻ്റെ മുഖച്ഛായുള്ള ഒരു സങ്കല്പം, ആ സങ്കല്പപ്രകാരം RSS വരച്ച, അവർ എപ്പോഴും പ്രചരിപ്പിക്കുന്ന, അവരുടെ ശാഖായോഗം മുതൽ എല്ലായിടത്തും എപ്പോഴും കാണിക്കുന്ന ഒരു സങ്കല്പത്തിലെ ഭാരത് മാതാവാണത്. ഭാരത് മാതാ എന്ന് പറയുന്ന സങ്കല്പത്തിന് ഇതാ മുഖച്ഛായ ആരാ പറഞ്ഞത്? RSSO BJPയോ പറഞ്ഞു കൊടുത്ത അതേ മുഖച്ഛായയാണ് യഥാർത്ഥത്തിലുള്ള മുഖച്ഛായ എന്നാരാ പറഞ്ഞത്? ആ മുഖച്ഛായ ആർക്കും അറിയില്ല. അതൊരു മഹത്തായ സങ്കല്പമാണ്. ആ സങ്കല്പത്തിൻ്റെ കാതൽ ഇന്ത്യയെ ഒന്നിപ്പിക്കലാണ്. ജാതി മത വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത്, ഭാഷ പ്രദേശ എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മഹാസങ്കല്പമാണ് ഭാരത് മാതാ സങ്കല്പം. ആ സങ്കല്പത്തെ RSSൻ്റെ മൂശയിലിട്ട് വാർത്തെടുത്ത് പുതുക്കിപ്പണിത് ഇങ്ങനെയാണ് നമ്മുടെ ഭാരതാംബ എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ്. അവർ പറയുന്നു, അവർ പറയുന്ന ഭാരത് മാതാവിൻ്റെ കയ്യിൽ ഒരു കൊടി വേണം. ആ കൊടി ദേശീയ പതാകയല്ല, ആ കൊടി RSSൻ്റെ കാവ്യ കൊടിയാണെന്ന് പറയുകയാണ് അവർ. ആ സോക്കോൾഡ് RSS ഭാരത് മാതാവ് ഇരിക്കേണ്ടത് എവിടെയാണ്? അവർ പറയുന്നത് സിംഹപ്പുറത്തെന്ന് പറയുന്നു. സിംഹപ്പുറത്തിരിക്കുന്ന RSSൻ്റെ കൊടി പിടിക്കുന്ന ഒരു ഭാരത് മാതാവിന് ഇന്ത്യക്കറിയില്ല. അതുപോലെ തന്നെ അവരെ ചൂണ്ടിക്കാണിക്കുന്ന പടത്തിൽ, പെയിൻറ്റിങ്ങിൽ ബാക്ക് ഡ്രോപ്പിൽ ഒരു ഭൂപടം കാണാം. ആ ഭൂപടം ഇന്ത്യയുടേതല്ല, ഇന്ത്യക്കറിയാവുന്ന ഭൂപടം അല്ല അത്. ഇന്ത്യക്കറിയാത്ത ഏതോ ഭൂപടം കാണിച്ചുകൊണ്ട്, ആ ഭൂപടം ചിലപ്പോൾ അറിയാമായിരിക്കും, RSSന് അറിയാമായിരിക്കും, ആ ഭൂപടം കാണിച്ചുകൊണ്ട് അതാണ് ഇന്ത്യയുടെ ഭൂപടമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിന് മുമ്പ് നിൽക്കുന്ന ഒരു സിംഹപ്പുറത്തെ സ്ത്രീയാണ് ഭാരത് മാതാവെന്ന് പറഞ്ഞുകൊണ്ട് ആ ബിംബം പിടിക്കുന്ന കൊടി നിർബന്ധമായിട്ടും RSSൻ്റെ കൊടിയാണെന്ന് വധിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ വാദഗതി അമ്പേ തെറ്റാണ്. ആ തെറ്റുകളെ ഇന്ത്യ അംഗീകരിക്കാൻ പോകുന്നില്ല. ആ തെറ്റിനെ അംഗീകരിക്കുക, നമ്മുടെ ഭരണഘടന അംഗീകരിക്കാൻ പോകുന്നില്ല. ആ ചുറ്റുപാടിലാണ് ഗവർണർ പറയുന്നത്, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടക്കം എല്ലാം നടക്കേണ്ടുന്ന രാജ്ഭവൻ്റെ പ്രധാനപ്പെട്ട ഹാളിൽ
ഇപ്പോൾ അവർ വച്ചിരിക്കുന്ന ഈ ഒരു 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 പെയിൻറ്റിങ് അത് മാറ്റില്ല എന്ന് വാശി പിടിക്കുന്നു. ആ കടുംപിടുത്തം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിക്കുന്നു, ഏതാണ് വലുത്, ഏതാ പ്രധാനം, ഭരണഘടനയാണോ അതോ RSS ആണോ? ഒരു സ്വയം സേവകന് പറയാം അങ്ങനെയൊക്കെ. സ്വയം സേവകൻ്റെ ആ ബോധ്യം, സ്വയം സേവകൻ്റെ RSS വിധേയത്വം, അതാണ് വലുതെങ്കിൽ ആ വാദഗതി ശരിയായിരിക്കാം. പക്ഷെ അതല്ല വലുത്. വലുത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതാണ് വലുതെങ്കിൽ ആ വാദഗതി തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്ക് സംശയം വേണ്ട. അത് നിയമത്തിന് മുമ്പിൽ നിൽക്കാൻ പോകുന്ന വാദമല്ല, ഒരിക്കലും നിൽക്കില്ല. എപ്പോഴും മോദി പറയുന്നുണ്ടല്ലോ, മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേർണൻസ്, അതാണ് നയമെന്ന് പറയുന്നുണ്ട്. എന്താ മാക്സിമം ഗവേർണൻസ്? കാര്യക്ഷമതയാണ്, വേഗതയാണ്. എന്ന് പറഞ്ഞാൽ അസംബ്ലികൾ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമത്തിന് ഒട്ടും വൈകാതെ, കാലവിളംബം കൂടാതെ ഗവർണർമാർ അനുമതി കൊടുക്കണം, ഇല്ലെങ്കിൽ തിരിച്ചയക്കണം. അതൊക്കെ ഭരണഘടന തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പാസ്സാക്കി അയച്ചാൽ അത് ഗവർണർമാർ അംഗീകരിക്കണം. ഇതെല്ലാം വ്യക്തതയുണ്ട് ഭരണഘടനയ്ക്ക്. അങ്ങനെയുള്ള ഭരണഘടനയുടെ നാട്ടിൽ പറയുകയാണ് ഞങ്ങൾ അടയിരിക്കുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ മോദിയുടെ പോലും നാവാൽ പറയുന്ന ഈ പറയുന്ന മാക്സിമം ഗവർണൻസിനെതിരാണ് ഈ വാദഗതി. അപ്പോൾ ഞങ്ങളുടെ പോരാട്ടം ഭരണഘടനയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ പോരാട്ടം യഥാർത്ഥ ഭാരത മാതാവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ നെഹ്റുവിനെ ഓർക്കുന്നുണ്ട്. നെഹ്റുവിൻ്റെ പേര് BJPക്കോ RSSനോ സംഘപരിവാറിന് ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ ആ പേരിന് ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. നെഹ്റു പറയുന്നുണ്ട് ആരാണ് ഭാരത മാതാവെന്ന്. ഒരു മഹാസമ്മേളനത്തിൽ നെഹ്റു എത്തിയപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഭാരത് മാതാ കി ജയ് എന്ന്. തൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ നെഹ്റു ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് ജയ് വിളിച്ചത്? ഒരു വ്യക്തിക്കല്ല, എനിക്കോ വേറൊരാൾക്കുമല്ല, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഈ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്കാണ് നിങ്ങൾ ജയ് വിളിക്കുന്നത്. അതാണ് ഭാരത് മാതാവ്. കോടാനുകോടി ജനങ്ങൾ. ആ ജനങ്ങൾ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ പ്രകൃതി, ഇവിടുത്തെ മണ്ണ്, ഇവിടുത്തെ വയൽ, ഇവിടുത്തെ മലകൾ, ഇവിടുത്തെ പുഴകൾ, ഇവിടുത്തെ കാടുകൾ, ഇവിടുത്തെ കടലുകൾ, അതെല്ലാം കൂടി ചേർന്ന ഒരു മഹത്തായ പരികൽപ്പനയാണ് ഭാരത് മാതാവെന്ന് നെഹ്റു പറഞ്ഞു. അങ്ങനെ പറയാനും ഉൾക്കൊള്ളാനുമുള്ള ആശയ വൈപുല്യമുണ്ട് നെഹ്റുവിന്. അതിൻ്റെ കണിക പോലുമില്ല BJPക്ക്. അതുകൊണ്ട് BJPക്ക് ഇതൊക്കെ പറയാൻ പറ്റും. അല്ല, ഗവർണർ പദവി തന്നെ അനാവശ്യമെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ MP ക്ക് പറയാൻ അവകാശമുണ്ടല്ലോ.